ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരുപാട് ദിവസങ്ങളായി വീഡിയോയിലൊക്കെ ഇട്ടിട്ട് ഷോർട്സ് എപ്പോഴെങ്കിലും ഒന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ പേര് ശ്രീകല, ശ്രീസ് വ്ലോഗ് ശ്രീകല. ഒരുപാട് നാളായി എല്ലാവരെയും കണ്ടിട്ട്. പിന്നെ ഫ്രണ്ട്സ്, എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ നമ്മുടെ കേരളം ആൻഡ് തമിഴ്നാട്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കുക. ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ട് എന്താ കൺസിസ്റ്റൻസി ഇല്ലാതെ ഇരിക്കുകയാണ്. സാരമില്ല, കുറച്ച് റീസൺസൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല, എല്ലാം ഇതും താണ്ടി പോകണമല്ല നമ്മൾ. പിന്നെ എല്ലാവരും എന്തോ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? രാവിലെ കൊച്ചുങ്ങൾക്ക് സ്കൂളുണ്ട്. രാവിലെ എണീറ്റ് 6 മണിയായി എഴുന്നേറ്റപ്പം ചോറിന് വെള്ളം വച്ച് അരിയിടാനായിട്ട് അരിയെടുത്ത് കുതുക്കാനിട്ടിട്ടുണ്ട്. പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ ഇന്ന് വൻപയറിട്ട് പുളിക്കുളമ്പ് വെച്ച്, പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയിട്ട്, പിന്നെ വേറെ എന്നാ ചെയ്യണം, ഞങ്ങൾക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക റെഡിയാക്കണമെന്നും പറഞ്ഞ് എല്ലാം ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ചായ വേണ്ടാത്തതുകൊണ്ട് രണ്ടുപേർക്കും മാത്രം കാപ്പി എടുത്തിട്ട് ബാക്കി പാലിനകത്ത് തേയിലയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചായ. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. പിന്നെ എന്നെ കൊണ്ട് നാട്ടിൽ വിശേഷങ്ങൾ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരുന്നതല്ലായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അതിൻ്റെ ഒന്ന് തമ്പ് ഇമ്പ്രഷൻ വേണമല്ലോ, അതിന് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കി ഒരു ദിവസം വന്ന് തലേന്ന് വന്ന് പിറ്റേന്ന് ഞാൻ തിരിച്ച് പോരുന്നു. തലേന്ന് വന്ന് വൈകുന്നേരം ലാൻഡായി കടയിൽ പോയി എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു 12 മണിയായപ്പോഴത്തേക്ക് പുനലൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ച് പോരുന്നു. അപ്പോൾ ഇടയ്ക്ക് മാർച്ച് മാസം ഒരു മാരേജ് ഉണ്ടായിരുന്നു. വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. അതിന് വരുവാണെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് ഒരു കല്ലിൽ രണ്ട് മാങ്ങ എന്ന് പറയുന്ന കണക്ക് അത് രണ്ടും കൂടെ ഒന്നിച്ച് റെഡിയാക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സാധിച്ചില്ല. നമ്മൾ വിചാരിക്കുന്നത് നടക്കത്തില്ലല്ലോ. അങ്ങനെ ചായ കുടിച്ചിട്ട് വരാം. ചായയൊക്കെ കുടിച്ച് രാവിലെ 6 ആവുന്നതേ ഉള്ളൂ. ഭയങ്കര വെയിൽ മുഖത്ത് തന്നെ അടിക്കും. മുടിയൊക്കെ അങ്ങ് ഉയർത്തൊഴിക്കാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ അതിന് പറിച്ച് എങ്ങനെയെങ്കിലും കെട്ടി വെച്ച്. വെണ്ടയ്ക്ക നല്ല വീട്ടിലെ വെണ്ടയ്ക്ക, നല്ല സൂപ്പർ വെണ്ടയ്ക്ക, നല്ലോണം ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ അതിന് വരാമെന്നും പറഞ്ഞിരുന്ന് നടന്നില്ല. പിന്നെ മാർച്ച് 22 വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. മോൻ്റെ ജന്മനാളായിരുന്നു ഇപ്രാവശ്യം. അതിൻ്റെ അപ്ഡേഷൻ ഒന്നും കൊടുത്തില്ല. അങ്ങ് മനസ്സൊക്കെ മടിച്ചങ്ങിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് തിരക്കാൻ തുടങ്ങി. എന്താ ചേച്ചി, എന്തിയെ ചേച്ചി, ചേച്ചിയെ കാണുന്നില്ല എന്ന് പഴയ വീഡിയോസിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇമെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നാട്ടിലെല്ലാവർക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. കൊച്ചുങ്ങൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ +1 +2 ആണ് മാർച്ചിൽ കഴിഞ്ഞത്. എന്നിട്ട് മാർച്ച് ലാസ്റ്റ് 28-നാണ് ഇവിടെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ തുടങ്ങിയത്. അത് 8 പരീക്ഷ തീരാൻ ഇനി ഈ മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ 16-നാന്ന് തോന്നുന്നു ലാസ്റ്റ് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്നാമത് LKG മുതലോ 9th വരെയുള്ള പരീക്ഷ. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഏപ്രിൽ ലാസ്റ്റ് 30 ആവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വെയിലാവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഓർഡർ വന്ന് പെട്ടെന്ന് കൊച്ചുങ്ങളുടെ പരീക്ഷയൊക്കെ തീർക്കണമെന്നും പറഞ്ഞ് 5ാം ക്ലാസ് വരെയുള്ളവർക്ക് 17-ാം തീയതിക്കകം തീർത്തിരിക്കണമെന്ന്. ഏപ്രിൽ 17-ാം തീയതി. അങ്ങനെ 7-ാം തീയതി മുതൽ ഇവിടെ എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട്. കൊച്ചുങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. 10th ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ രണ്ടുപേർക്കും ഈ തിങ്കളാഴ്ചയായിരുന്നു. അങ്ങനെ കൊച്ചുങ്ങൾ പരീക്ഷയൊക്കെ നടക്കുന്നു. അവിടെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് 2 മാസം ലീവ് അടിച്ചു പൊളിക്കാൻ കിട്ടും. പക്ഷേ ഇവിടെ ഒരു 30 അല്ലെങ്കിൽ 45 ദിവസം, 1.5 മാസം. കഴിഞ്ഞ പ്രാവശ്യം 40 ദിവസമേ ഉള്ളായിരുന്നു. പിന്നെ അവധിയൊക്കെ വന്ന് അവർക്ക് ഭയങ്കര സന്തോഷം. വീട്ടിലിരിക്കുന്ന നമ്മുടെ മുടിയെ പറിച്ചുകൊണ്ട് ഓടിക്കളയെല്ലാം കൂടെ. അങ്ങോട്ട് വഴക്ക്, ഇങ്ങോട്ട് വഴക്ക്, TV-ക്ക് വഴക്ക്, ഫോണിന് വഴക്ക്, പിന്നെ വേറെന്തുവാ, എല്ലാവർക്കും അറിയാവുന്ന സംരംഭങ്ങളാണ് ഇതൊക്കെ.
എല്ലാം വീട്ടിൽ നിന്ന് അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൂ. സ്കൂളിൽ പോകുന്നെങ്കിൽ രാവിലെ ശകലം എണീക്കുന്നതിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. എണ്ണീറ്റ് റെഡിയാക്കി കൊടുക്കുവാണെങ്കിൽ പിന്നെ അങ്ങ് പൊക്കോളും. വൈകുന്നേരമാണ് വരുന്നത്. ടീച്ചേഴ്സ് നോക്കിക്കോളും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രക്രിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 45 ദിവസങ്ങളേ ഉള്ളൂ. 43 ദിവസം. പിന്നെ വേറെന്താ, മോള് ഇനി അടുത്ത 5ാം ക്ലാസ്സിലേക്കും, അവൻ 9ായി. എൻ്റെ പൊന്നോ, ഇനി എന്തൊക്കെ നടക്കാൻ പോകുമെന്ന് അറിയാൻ വയ്യ. 8ാം ക്ലാസ് വരെ കുറച്ച് ലൈറ്റായിട്ട് അവർ ഒന്ന് പിള്ളേരെല്ലാം ഒന്ന് അയച്ചാ പിടിക്കുന്നത്. 9ഉം 10ഉം ആവട്ടെ ഒരു പിടിയങ്ങ് പിടിക്കും. പിന്നെ പാവം പഠിപ്പെന്നേ കാണത്തുള്ളൂ. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചുങ്ങൾ വീട്ടിലിരിക്കുമ്പോഴല്ലേ ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഇന്ന് പുളിക്കുഴമ്പ് വയ്ക്കാനായിട്ട് തക്കാളിയും ഉള്ളിയും കൂടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഇതിൽ വൻപയർ നമ്മുടെ കുക്കറിനകത്ത് ഒരു വിസിലടിച്ച് വേവിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാവിലെ അതുങ്ങളെ 7 മണിക്കാണ് എഴുന്നേൽപ്പിക്കുന്നത്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ 7 മണിക്ക് എണീക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ 10th എക്സാം നടക്കുന്ന അന്ന് +1 +2 ഒക്കെ നടക്കും. ഈ മാർച്ച് മാസം മുതൽ ഇവർക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു സ്കൂള്, ഹാഫ് ഡേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതുങ്ങൾ 1:15 പോയിട്ട് വരാനൊരു 6:15 വരും. അപ്പോൾ ഈ വെയിലിൽ കൊണ്ടുപോയി വിടണമായിരുന്നു. വാൻ അങ്ങ് റോഡിൽ വരെ പോകണ്ടേ. പിന്നെ ഇതും അപ്പോൾ അന്നേരം രാവിലെ എല്ലാം നല്ല രീതിയിൽ കിടന്നുറങ്ങും. 8 മണി 8:30 വരെയൊക്കെ കിടന്നുറങ്ങിക്കളയും. പിന്നെ ഞാനും അനങ്ങാൻ പോകത്തില്ല. അവിടെ കിടന്ന് ഉറങ്ങട്ടെ. സ്കൂളുള്ള ദിവസം പാവം രാവിലെ ഉരുണ്ട് പുരണ്ട് എണീപ്പിക്കണ്ടേന്നും പറഞ്ഞ് ഞാനും അനങ്ങാൻ പോകത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കൊച്ചുങ്ങൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അവർക്കൊക്കെ ഭയങ്കര വിഷമം. അയ്യോ, ആ പരീക്ഷയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ കേരളത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും അവധി കിട്ടിയേനെന്ന് പറയും. വേറൊരു കാര്യത്തിനും കേരളത്തിനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറയത്തില്ല. നിങ്ങളേതാ സൈസ്? പിന്നെ ഷോർട്സ് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് എല്ലാം ഇനിയും റെഗുലറായിട്ട് ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം പറച്ചിലേ നടക്കുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നോക്കാം, എന്നെക്കൊണ്ട് പറ്റുന്ന കണക്കിടാം. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന കണക്ക് മോണിറ്റൈസേഷനായി നമുക്ക് ഇൻകം വന്ന് എന്നൊന്നും ആരും വിചാരിക്കരുത്. അതൊന്നും നടന്നിട്ടില്ല ഇതുവരെ. ആവുമെന്ന വിശ്വാസത്തിലൂടെ ഞാനും മുന്നോട്ട് പോവുക. യൂട്യൂബിൽ നിന്ന് ഞാനും ഒരു ഇൻകം വാങ്ങിക്കും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. വീഡിയോ എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നല്ല വിപുലീകരിച്ച് പറയാം. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.